ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെയധികം പുതിയ കൂട്ടുകാർ നമ്മളെ അങ്ങനെ നേരിട്ട് പരിചയമൊന്നും ഇല്ലാത്തവർ തന്നെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ആദ്യമേ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പോകുന്നത് ഒരു മഷ്റൂം ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. മഷ്റൂമിൻ്റെ അതിൻ്റേതായ ആ ഫ്ലേവർ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ, കൂടുതൽ മസാലകളൊന്നും ഇടാതെ നമുക്ക് ഇതിൻ്റെ ചെറിയതായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു മഷ്റൂമിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുള്ളതാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ 2 പാക്കറ്റ് മഷ്റൂമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച 2 പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ കുറേ നേരം ഇട്ടങ്ങ് കഴുകരുത്. അപ്പം വെള്ളം കൂടുതൽ ഗ്രാസ്പ് ചെയ്യുക, ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ മഷ്റൂമിനകത്തിൽ തന്നെ വെള്ളം കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഈ മഷ്റൂം കറി വെക്കുമ്പം തന്നെ വെള്ളം ഒഴിക്കുന്നതേ ഇല്ല. ഇതിനകത്തിൽ തന്നെ വെള്ളമുണ്ട്. അതിങ്ങനെ ഇറങ്ങി വരും നമ്മൾ കറി വെക്കുന്ന സമയത്ത് തന്നെ. അപ്പം വെള്ളമൊന്നും കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കാതിരിക്കുക. ഈ മഷ്റൂമിൻ്റെ കറി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഈ റൂമുകൾക്കകത്തൊക്കെ ഇരുന്ന് AC-ക്കകത്തിലും ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുകൾ കൂടുതലായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ചൊക്കെ നമുക്ക് ഇതും കൊണ്ടൊക്കെ കുറച്ചൊക്കെ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഈ മഷ്റൂമൊക്കെ ഒന്ന് എടുത്ത് കറി വെച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തിലെ കാൽസ്യവും പ്രോട്ടീനും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു മഷ്റൂമൊക്കെ കറി വെച്ച് കഴിക്കുക. ഇത് നമുക്കിപ്പോൾ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമുക്ക് യഥേഷ്ടം പറമ്പുകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറി വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സവാള എടുക്കണം. അതുപോലെ തന്നെ 4 പച്ചമുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് എടുക്കുക. നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മഷ്റൂമൊക്കെ നമ്മൾ കറി വെക്കുന്നുണ്ട് കൂടുതൽ എടുത്തെങ്കിൽ മാത്രമേ ഇത് കുറച്ച് ഏറെ കാണുകയുള്ളൂ. അപ്പോൾ 2-3 പാക്കറ്റൊക്കെ എടുക്കുക. ഇതിനകത്തിൽ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഞെരടി വെക്കണം. അതിപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ യൂസ് ചെയ്യരുത്. നമുക്ക് വെള്ളം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ മഷ്റൂം കുറച്ച് വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ തന്നെ വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം യൂസ് ചെയ്യുകയേ ചെയ്യരുത്. അപ്പോൾ ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയുമാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്യരുത്. നമ്മൾ മഷ്റൂം എല്ലാം അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ എണ്ണയ്ക്കകത്തിൽ ഈ മഷ്റൂമൊക്കെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വരും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പെന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഉപ്പ് ഇടുകയേ ചെയ്യരുത്. ഈ മഷ്റൂം ഒതുങ്ങി കഴിയുമ്പോൾ തീരെ കാണുകയില്ല, കുറച്ചേ കാണുകയുള്ളൂ. 1-2 തവി അങ്ങനെ കാണുകയുള്ളൂ ഇത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാവൂ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം തന്നെ ഇതിനകത്തിൽ ആവശ്യത്തിനാകും. ഇനി നമുക്കൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. ഇനി അടപ്പ് വെച്ച് അടച്ച് കുറേ നേരം ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളം മൊത്തം നമുക്ക് പറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുതെന്ന്. നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ഇതിനകത്ത് നിന്ന് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിനകത്ത് മസാലകളൊന്നും തന്നെ ഇടാതാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ മഷ്റൂമിൻ്റെ തനതായിട്ടുള്ള ഫ്ലേവർ എല്ലാം നമുക്ക് കിട്ടും. മസാലകളുടെ ഒന്നും വേറെ മറ്റ് രുചികളൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റ് ഉള്ളതുമാണ്. അതുപോലെ നല്ല പോഷകാംശം ഉള്ളതുമാണ്. അപ്പോൾ ഇത് നമുക്ക് അധികം എരിവൊന്നും ഇടാതെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ
കൂടുതൽ മസാലയും കൂടുതൽ എരിവും ഒന്നുമില്ലാതെ നമുക്ക് നല്ലതായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച കുരുമുളക് നമുക്ക് ഇതിനകത്തിൽ ഇട്ട് കൊടുക്കാം, അത് നല്ലതാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇത് ഡ്രൈ ആയി വരുന്ന സമയം ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കൂടെ നമുക്ക് കിട്ടും. എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരു ഡ്രൈ മഷ്റൂം കറി ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കാൽസ്യവും അത്യാവശ്യം വൈറ്റമിൻ ഡിയും ഒക്കെ കിട്ടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വിഭവങ്ങളുമായി വീണ്ടും വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ കൊള്ളാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.